വായിച്ചു മാത്രം അറിഞ്ഞ കാര്യങ്ങൾ നേരിൽ കാണുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. വിജ്ഞാനപ്രദായിനിയിലെ കൂട്ടുകാർക്കൊപ്പം ഇറങ്ങിത്തിരിച്ചത് അത്തരമൊരു സുന്ദരമായ യാത്രയ്ക്കാണ്. പുസ്തകത്താളിനപ്പുറം ഞങ്ങൾ വായിച്ച ആ വലിയ ലോകം കാണാൻ. രാവിലെ 9:30 ശ്രീകൃഷ്ണ ട്രാവൽസിൻ്റെ ബസ്സിൽ പാട്ടും ചിരിയും തമാശകളുമായി തുടങ്ങിയ യാത്രയുടെ ഓരോ ഘട്ടങ്ങളും അറിവിൻ്റെ പുത്തൻ വാതായനങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തന്നത്. ഞങ്ങൾ ആദ്യം എത്തിയത് കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ശങ്കരമംഗലം ഭവനത്തിലായിരുന്നു. ആലപ്പുഴയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററും തിരുവല്ലയിൽ നിന്നും 21 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4:30 വരെയുമാണ് മ്യൂസിയം തുറന്നു പ്രവർത്തിക്കുന്നത്. ഈ തറവാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ തകഴി സാറിൻ്റെ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങളും ഓർമ്മകളുമെല്ലാം ഞങ്ങളെ സ്വീകരിച്ചു. ഈ കാണുന്ന പഴയ ചാരുകസേരയിലിരുന്നാണ് അദ്ദേഹം അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിൻ്റെയും പ്രണയത്തിൻ്റെയും കഥകൾ കയറിലും ചെമ്മീനിലും ആവിഷ്കരിച്ചത്. തറവാടിൻ്റെ പൂമുഖത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളുടെ ഒരു വലിയ പട്ടികയും അത് പ്രസിദ്ധീകരിച്ച വർഷത്തോടൊപ്പം പ്രദർശിപ്പിച്ചിരിക്കുന്നത് സന്ദർശകർക്ക് ഏറെ ഉപകാരം തന്നെ. മുറിയുടെ പടിഞ്ഞാറേ വശത്ത് തകഴിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നതും കാണാം. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഭാരതത്തിൻ്റെ ഉന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠമാണ്. 1984 ജ്ഞാനപീഠ പുരസ്കാരം കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കായിരുന്നു. ഈ കോറിഡോറിന് ഇരുവശങ്ങളിലുമായി വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ്, 1980 KPSC പുരസ്കാരം എന്നിവയും പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. ഞാൻ കോറിഡോറിൻ്റെ കിഴക്ക് വശത്തെ മുറിയിലേക്ക് കയറി. ഇവിടെയാണ് തകഴിയുടെ നിത്യോപയോഗ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പേന, കണ്ണട, പാസ്പോർട്ട് എന്നിവയ്ക്കുപരി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ, ഊന്നുവടി, കിടക്കയും ഇവിടെ സന്ദർശകർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുറത്തേക്കിറങ്ങിയാൽ അദ്ദേഹവും പത്നി കമലാക്ഷി അമ്മയുടെയും ചിത്രങ്ങൾ ചുവരിൽ പതിപ്പിച്ചിരിക്കുന്നത് കാണാം. തൊട്ടപ്പുറത്തായി ചെമ്മീൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ തുടങ്ങിയ കൃതികൾ വിവർത്തനം ചെയ്ത ഭാഷയുടെ വിവരങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. പടിഞ്ഞാറേ വശത്തെ മുറിയിലാണ് പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ വച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന തകഴി സാറിൻ്റെ തിരുമുറ്റത്തോട് വിട പറഞ്ഞ് ആ വലിയ എഴുത്തുകാരൻ്റെ ഓർമ്മകളും നെഞ്ചിലേറ്റി ഞങ്ങൾ മടങ്ങി. അവിടെ നിന്നും ഞങ്ങളുടെ വണ്ടി നീങ്ങിയത് കായൽക്കരയിൽ ചരിത്രത്തിൻ്റെ മൂകസാക്ഷിയായി നിൽക്കുന്ന കരുമാടിക്കുട്ടൻ്റെ സന്നിധിയിലേക്കാണ്. ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല പോകുന്ന റൂട്ടിൽ അമ്പലപ്പുഴയിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരെ മാറിയാണ് കരുമാടി. ഇവിടെയാണ് പ്രസിദ്ധമായ കരുമാടിക്കുട്ടൻ എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളോളം കരുമാടിത്തോടിൻ്റെ ആഴങ്ങളിൽ ഈ രൂപം മറഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ ചരിത്രം അധികകാലം ഒളിച്ചിരിക്കില്ലല്ലോ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയായ സർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന വിദേശി ചീഫ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽ ഈ വിഗ്രഹം പെടുന്നതോടെയാണ് ഇതിൻ്റെ പുനർജന്മം ആരംഭിക്കുന്നത്. അദ്ദേഹം മുൻകൈയെടുത്ത് ഈ വിഗ്രഹം കരക്കെത്തിച്ചു. അതിനൊരു ആൽത്തറ കെട്ടി സംരക്ഷിച്ചു. ചരിത്രത്തോടുള്ള ആ വിദേശിയുടെ ആദരവാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്മാരകം. ആദിചേര രാജാക്കന്മാരുടെ തലസ്ഥാനം കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴയായിരുന്നു. അന്നത്തെ രാജാക്കന്മാരെ കുട്ടവൻ എന്നും കുട്ടൻ എന്നും വിളിച്ചിരുന്നു. വാർദ്ധക്യത്തിൽ ബുദ്ധഭിക്ഷുക്കളായി മാറിയ ഈ കുട്ടന്മാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതുകൊണ്ടാകാം ഇതിന് കുട്ടൻ എന്ന് പേര് വന്നതെന്നും കരുതപ്പെടുന്നു. ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ പരമോന്നത ആത്മീയ നേതാവായിരുന്ന ദലൈലാമ ഈ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി കരുമാടി സന്ദർശിക്കുകയും ഇതിൻ്റെ സംരക്ഷണത്തിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രകാരന്മാർക്ക് ഇത് ഗവേഷണമാണെങ്കിൽ നാട്ടുകാർക്കിത് അതിജീവനത്തിൻ്റെ കാവലാളാണ്. കരുമാടിക്കുട്ടന് കന്നുകാലികളിലും കുട്ടികളിലും ഉണ്ടാകുന്ന രോഗങ്ങൾ മാറ്റാൻ ദിവ്യശേഷിയുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. ജാതി മതഭേദമന്യേ ആളുകൾ ഇവിടെ മെഴുകുതിരികൾ കത്തിച്ചു പ്രാർത്ഥിച്ചിരുന്നു.
ഇന്നും ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ കരിമാടിക്കുട്ടന് മുന്നിൽ വന്ന് നാളികേരം ഉടയ്ക്കുന്നത് ഇവിടത്തെ പതിവ് കാഴ്ചയാണ്. ഇടത് കൈയും ഇടത് കാലിൻ്റെ കുറച്ച് ഭാഗങ്ങളും നഷ്ടമായ രീതിയിലാണ് ഈ ശില്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആനയെ ഉപയോഗിച്ച് ഉയർത്തിയപ്പോൾ ഒടിഞ്ഞു പോയതാണെന്നും ബ്രിട്ടീഷുകാരുടെ ആക്രമണകാലത്ത് സംഭവിച്ചതാണെന്നും അതല്ല ബ്രാഹ്മണാധിപത്യ കാലത്ത് വിഗ്രഹങ്ങൾ നശിപ്പിച്ച കൂട്ടത്തിൽ സംഭവിച്ചതാണെന്നുമാണ് കരുതുന്നത്. 2014 മെയ് 14 കരിമാടിക്കുട്ടൻ സ്മാരകത്തിൻ്റെ അയൽവാസിയായ രാജപ്പൻ പിള്ള തൻ്റെ കുടുംബത്തിൽ തലമുറകളായി സൂക്ഷിച്ചു പോന്ന ആ ഒടിഞ്ഞ കൈക്കഷ്ണം പുരാവസ്തു വകുപ്പിന് കൈമാറി. ആ ചരിത്രാവശിഷ്ടം ഇന്ന് കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. പുരാവസ്തു വകുപ്പ് ഇതിനെ ഒരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അർഹിക്കുന്ന പരിഗണനയോ പരിചരണമോ ഇന്നും ഈ വിഗ്രഹത്തിന് ലഭിച്ചിട്ടില്ല എന്നത് ഒരു നോവായി അവശേഷിക്കുന്നു. ചെളിയിൽ പുതഞ്ഞുപോയ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന കരിമാടിക്കുട്ടൻ ഇന്നും ആ കരിമാടിത്തോടിൻ്റെ തീരത്ത് ശാന്തനായി ഇരിക്കുന്നു. വരും തലമുറകൾക്കായി ചരിത്രത്തിൻ്റെ ഒരേട് കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട്. കരിമാടിക്കുട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു. ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ വണ്ടി വിട്ടത് പ്രശസ്തമായ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിലേക്കാണ്. എല്ലാവരും ഒപ്പമിരുന്ന് കഴിച്ചത് യാത്രയുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. നല്ല സ്വാദുള്ള വിഭവങ്ങളും കൂട്ടുകാരുടെ തമാശകളും കൂടിയായപ്പോൾ ഊണ് ഗംഭീരമായി. ഭക്ഷണശേഷം ഞങ്ങളുടെ വണ്ടി നീങ്ങിയത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം കേരള സർക്കാർ സ്ഥാപിച്ച സ്മൃതി മണ്ഡപത്തിലാണ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ച കുഞ്ചൻ നമ്പ്യാർ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം കാലവും ചിലവഴിച്ചത് ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴയിലായിരുന്നു. അമ്പലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും കേവലം 2 കിലോമീറ്റർ മാത്രം അകലെയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മഴ തകർത്തു പെയ്യുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിലേക്ക് മഴ നനഞ്ഞ് എത്തിയ ഞങ്ങളെ സ്വാഗതം ചെയ്തത് നമ്പ്യാരുടെ മനോഹരമായൊരു പ്രതിമയാണ്. കേരളീയ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ 1967 സ്ഥാപിതമായ ഈ കേന്ദ്രം നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനുമായാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തരായ തുള്ളൽ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ പതിവായി തുള്ളൽ ക്ലാസുകൾ നടന്നു പോകുന്നു. നിരവധി വിദ്യാർത്ഥികളാണ് ഈ കലാരൂപം അഭ്യസിക്കാൻ ഇവിടെ എത്തുന്നത്. ഈ ഹാളിലെ ചുവരുകളിൽ തുള്ളൽ കലയിലെ വിവിധ ഹസ്തമുദ്രകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. ഞങ്ങൾക്ക് കുഞ്ചൻ നമ്പ്യാരുടെ ചരിത്രവും തുള്ളൽ കലയുടെ പ്രാധാന്യവും വിവരിച്ചു നൽകുന്നത് വിജ്ഞാനപ്രദായിനി ലൈബ്രറി സെക്രട്ടറിയായ രാധാകൃഷ്ണൻ സാറാണ്. ചരിത്ര വഴികളെക്കുറിച്ചുള്ള അറിവുറ്റ വാക്കുകൾ ഏവരും ഏറെ താല്പര്യത്തോടെയാണ് കേട്ടു നിൽക്കുന്നത്. 1700കളിൽ ജനിച്ച നമ്പ്യാർ ചെറുപ്പത്തിൽ തന്നെ അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായി ഇവിടെ എത്തി. 1746 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അമ്പലപ്പുഴ പിടിച്ചടക്കിയതോടെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറുകയും മാർത്താണ്ഡവർമ്മയുടെയും പിന്നീട് ധർമ്മരാജൻ്റെയും കൊട്ടാരങ്ങളിൽ ആശ്രിതനായി കഴിയുകയും ചെയ്തു. എന്നാൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട അമ്പലപ്പുഴയിൽ തന്നെ എത്തുകയും 1770 ഇവിടെ വെച്ച് അന്തരിക്കുകയും ചെയ്തു. ഓട്ടം തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാർ ആയിരുന്നു. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ വിഭാഗങ്ങളിലെ നിരവധി കൃതികൾ കുഞ്ചൻ നമ്പ്യാർ രചിച്ചു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നമ്പ്യാരുടെ ഓർമ്മകൾ ഇന്നും ആ മണ്ണിൽ സജീവമാണ്. സാമൂഹിക തിന്മകൾക്കെതിരെ ഹാസ്യത്തിലൂടെ വിപ്ലവം നയിച്ച ആ മഹാകവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളെല്ലാവരും കുറച്ചു സമയം ചെലവഴിച്ചു. യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഞങ്ങളെത്തിയത് മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം തീർത്ത മഹാകവി കുമാരൻ ആശാൻ്റെ പാവന സ്മൃതികൾ നിറഞ്ഞ ആശാൻ സ്മാരകത്തിലാണ്. ഈ സ്മാരക സമുച്ചയത്തിൻ്റെ പ്രധാന ഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഫൗണ്ടൻ പേനയുടെ നിബിൻ്റെ ആകൃതിയിലാണ്.
ഒരു വള്ളത്തിൻ്റെ മുകളിലേക്ക് പേനത്തുമ്പ് ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സ്മാരകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നത് കവിയുടെ വിഖ്യാതമായ കൃതികളെ ആസ്പദമാക്കി ഒരുക്കിയിട്ടുള്ള അത്ഭുതകരമായ ചുവർ ശില്പങ്ങളാണ്. സ്മാരകത്തിനകത്തെ അർദ്ധവൃത്താകൃതിയിലുള്ള ഹാളിലൂടെ നടക്കുമ്പോൾ ആശാന്റെ തൂലികയിൽ വിരിഞ്ഞ അനശ്വര കഥാപാത്രങ്ങൾ നമ്മുടെ കണ്ണുകളിലേക്ക് ദൃശ്യാവിഷ്കാരമായി കടന്നുവരും. ഹാളിൻ്റെ ജനാലകളിലൊന്നിൽ കവിയുടെ മനോഹരമായ ഒരു ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. ഹാളിൻ്റെ മധ്യഭാഗത്തായി ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ശവകുടീരമുണ്ട്. കവിതകളുടെ ഈണവും ആശയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ആശാൻ സ്മാരകത്തിൻ്റെ പച്ചപ്പിലൂടെ ഞങ്ങൾ നടന്നു. ഇതാണ് പല്ലനയാറ്. ഇന്ന് കാണാൻ എത്ര ശാന്തമാണല്ലേ ഈ പുഴ. എന്നാൽ 1924 ജനുവരി 16 കാർമേഘങ്ങൾ മൂടിയ ഒരു രാത്രിയിൽ കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ ദുരന്തത്തിന് ഈ പുഴ സാക്ഷിയായി. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന റെഡീമർ എന്ന ബോട്ട് യാത്രക്കാരുമായി ഇവിടെ വെച്ച് മുങ്ങുകയായിരുന്നു. 151 യാത്രക്കാരുണ്ടായിരുന്ന ബോട്ടിൽ നിന്നും 23 പേർ മരണപ്പെട്ടു. മലയാള സാഹിത്യത്തിൽ അത്യുന്നതയിൽ നിൽക്കുന്ന മഹാകവി ആശാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടെടുത്ത പിന്നീട് സംസ്കരിച്ച ഈ പുണ്യഭൂമിയാണ് ഇന്ന് നമ്മൾ കാണുന്ന കുമാരകോടി. രാവിലെ തുടങ്ങിയ അറിവിൻ്റെയും നല്ല ഭക്ഷണത്തിൻ്റെയും സുന്ദരമായ സൗഹൃദത്തിൻ്റെയും വലിയൊരു കൂട്ടം ഓർമ്മകളുമായി വിജ്ഞാനപ്രദായിനി ലൈബ്രറിയുടെ വായനക്കൂട്ടം തിരികെ ബസ്സിൽ കയറി. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ പ്രതിഭകളുടെ ജീവിതം നേരിൽ കണ്ടതിൻ്റെ സംതൃപ്തിയോടെ ഉച്ച കഴിഞ്ഞ് കൃത്യം 3:30 ഞങ്ങൾ സുരക്ഷിതമായി വീടുകളിൽ തിരിച്ചെത്തി. സമയം കുറവായിരുന്നെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും തീർത്ത ഈ യാത്ര ഞങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയെ ബാക്കി വെച്ചുള്ളൂ: ഇനിയും വായിക്കണം, ഇനിയും ഒരുപാട് അറിയണം.